9th standard in the chemistry second chapter periodic table. Let us assess questions. First question, the symbols of a few elements are given. Write the electron configurations of these elements and find the period and group to which they belong. Answer is, these are the elements. Here this is mass number and this is atomic number. Then electronic configuration എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്? ഈ സെയിം ആറ്റോമിക് നമ്പർ തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക? അതായത് ഷെല്ലുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 281, അതായത് കെ എന്ന് പറയുന്ന ഷെല്ലിൽ മാക്സിമം 2 ആണ്. ദെൻ എല്ലിൽ മാക്സിമം 8 ആണ്. ദെൻ എമ്മിൽ മാക്സിമം 8 ആണ്. പക്ഷെ നമുക്ക് 11 മതി അല്ലേ. അപ്പോൾ 2 + 8 10, 10 + 1 11. ഓക്കെ. ദെൻ പീരീഡ് എങ്ങനെയാണ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഷെൽസ് എത്രയാണ് അല്ലേ. നമ്പർ ഓഫ് ഷെൽസ് ആണ് അതിൻ്റെ പീരീഡ്. നമ്പർ ഓഫ് ഷെൽസ് എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ പീരീഡ് നമ്പർ 3. ദെൻ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1, 2 ആണെങ്കിൽ അത് തന്നെയായിരിക്കും അല്ലേ. സെയിം തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ വരിക. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് ഗ്രൂപ്പ് എത്ര തന്നെയായിരിക്കും? 1 തന്നെയാണ് വരിക. ഇനി ഈ 1, 2 അല്ലാതെ ബാക്കിയുള്ള നമ്പേഴ്സാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 10ൻ്റെ കൂടെ ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലത്തെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ആഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് അല്ലേ, ഇവിടെ എത്രയാണ്? 13 അല്ലേ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ എന്താണ് മാസ് നമ്പർ, ഇത് അറ്റോമിക് നമ്പർ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഏതാണ്? 13 ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എന്ത് വന്നു? 2, 8, 3 എന്ന് വന്നു. ഇവിടെ പീരീഡ് എങ്ങനെയാണ് വരിക? നമ്പർ ഓഫ് ഷെൽസ് 3 ആയതുകൊണ്ട് പീരീഡ് 3 എന്ന് വന്നു. ഇനി ഗ്രൂപ്പ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? 1, 2 ആണെങ്കിലാണ് സെയിം ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഇവിടെ 3 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? 3യുടെ കൂടെ 10 ആഡ് ചെയ്യണം. അപ്പോൾ 10 + 3 = 13. 13 ആണ് ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാ എലമെൻസിൻ്റെയും എന്ത് കാണണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പീരീഡും ഗ്രൂപ്പ് നമ്പറും കാണണം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 31 and 33-ലായിട്ടുണ്ട്. Second question, the electron configuration of element X is 2881. Find the atomic number of X. എങ്ങനെയാണ് അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ് എന്ത് അറ്റോമിക് നമ്പർ ആയിട്ട് വരുന്നത്. അപ്പോൾ 2 + 8 + 8 + 1 = 19 ആണ് ഇവിടുത്തെ അറ്റോമിക് നമ്പർ. ഇനി ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? ഏത് ഗ്രൂപ്പാണ്? എങ്ങനെയാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലത്തെ നമ്പർ നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ 1 ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പറും എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ്? പീരീഡ് നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പീരീഡ് നമ്പർ? നമ്പർ ഓഫ് ഷെൽസ് എത്രയാണ് അതായിരിക്കും പീരീഡ് നമ്പർ. ഇവിടെ എത്ര ഷെല്ലുണ്ട്? 4 ഷെൽസ് ഉണ്ട്. അപ്പോൾ 4 ആണ് ഇവിടുത്തെ പീരീഡ് നമ്പർ. Then D question, to which family does it belong? ഏത് ഫാമിലിയിലാണ് ഇത് ഉൾപ്പെടുന്നത്? ഏതാണ്? ആൽക്കലി മെറ്റൽസ് ആണ്. ഇത് നമ്മുടെ പേജ് നമ്പർ 29-ൽ ഇതിൻ്റെ ടേബിൾ ഉണ്ട് കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ നോബിൾ ഗ്യാസ് വിച്ച് കം ജസ്റ്റ് ബിഫോർ എക്സ്. എക്സിന് തൊട്ട് മുൻപിൽ വരുന്ന നോബിൾ ഗ്യാസ് ഏതാണ്? ഏതാണ് നോബിൾ ഗ്യാസിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? 18 വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് 19 ആണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുൻപിലുള്ളത് ഏതായിരിക്കും? 18 അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2, 8, 8. Third question, there are 3 shells in an atom of element P. There are 7 electrons in its outermost shell. Write the electron configuration of element P. എന്താണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞത് അല്ലേ. നമുക്ക് എന്താ അറിയാം? 3 ഷെൽസ് ഉണ്ടെന്ന് പറയാം. ഏതായിരിക്കും 3 ഷെൽസ്? K, L, M അല്ലേ. ഇനി ഇതിൽ 7 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുമ്പോൾ 3 ഷെൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തിൽ എന്തായിരിക്കും? 7 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? അതായത് കെയിൽ മാക്സിമം 2 ആണ് എന്ന് നമുക്കറിയാം. എല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് ഉണ്ടെന്നറിയാം. അപ്പോൾ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2, 8, 7. Then
നെക്സ്റ്റ് ബി, വാട്ട് ഈസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ? എങ്ങനെയാണ് അറ്റോമിക് നമ്പർ കിട്ടുക? ഇതിലത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ഈ ഷെല്ലുകളിലത്തെ നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. 2 + 8 + 7 = 17 ആണ് ഇവിടുത്തെ അറ്റോമിക് നമ്പർ. ദെൻ വിച്ച് പീരീഡ് ഡസ് ഇറ്റ് ബിലോങ്? ഏത് പീരീഡ് ആണ്? 3 ഷെൽസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പീരീഡ് നമ്പർ എത്രയായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഇനി ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 7 ആണുള്ളത്. അപ്പോൾ എങ്ങനെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 10 + 7 17. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 17. ഇനി ഡ്രോ ദ മോഡൽ ഓഫ് ദിസ് ആറ്റം. എന്താണ്? ആറ്റത്തിൻ്റെ ഒരു മോഡൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആറ്റത്തിൻ്റെ മോഡൽ. ഓക്കെ, എങ്ങനെയാണ്? ഇത് ന്യൂക്ലിയസ് അല്ലേ? ന്യൂക്ലിയസ് പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണ്? 17 ആണ്. ഇനി ഇതിൻ്റെ ഇലക്ട്രോൺസ് എങ്ങനെയാണ്? കെ ഷെല്ലിൽ 2 ഉണ്ട്, എല്ലിൽ 8, ദെൻ എം ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7. Fourth question, the element M belongs to the third period and group 1. Write the electron configuration of this element. എന്താണ്? ഈ എലമെന്റിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ മതി. തേർഡ് പീരീഡ് എന്ന് പറയുമ്പോൾ എത്ര ഷെല്ല് വരും? നമ്പർ ഓഫ് ഷെല്ല് 3 വരും അല്ലേ? ഇനി ഗ്രൂപ്പ് 1 എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക? 1 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അപ്പോൾ ബാക്കി രണ്ടെണ്ണത്തിൽ എത്ര വരും? കെ ഷെല്ലിൽ 2ഉം എൽ ഷെല്ലിൽ 8ഉം. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത്? 2 8 1. ദെൻ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഇറ്റ്സ് നെയിം ആൻഡ് സിംബൽ. ഈ എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 11 അറ്റോമിക് നമ്പർ വരുന്നത് ഏതാണ്? സോഡിയം ആണ്. ഇനി അതിന്റെ സിംബൽ ഏതാണ്? Na. ടു വിച്ച് ഫാമിലി ഡസ് ദിസ് എലമെന്റ് ബിലോങ്? ഇത് ഏത് ഫാമിലിയിൽ പെട്ടിരിക്കുന്ന എലമെന്റ് ആണ്? ഏതാ? ആൽക്കലി മെറ്റൽസ്. Then D question, write the electron configuration of the element belonging to the same period and group 13. എന്താണ്? സെയിം പീരീഡിൽ ഉൾപ്പെടുന്ന എന്നാൽ എന്താണ്? ഗ്രൂപ്പ് 13 അല്ലേ? ഗ്രൂപ്പ് 13 വരുന്ന എലമെന്റിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിം പീരീഡ് എന്ന് പറയുമ്പോൾ ഏതെങ്ങനെയാണ് വരിക? 3 ഷെൽസ് ആണ് വരുന്നത് അല്ലേ? ഇനി ഗ്രൂപ്പ് 13 എന്ന് വരണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരണം? 13 എന്ന് വരുമ്പോൾ 3 ഇലക്ട്രോൺസ് വരണം. എന്നാലാണ് 10 + 3 13 ഗ്രൂപ്പ് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 3 ആണെങ്കിൽ മറ്റു 2 ഷെല്ലിൽ എത്ര വരും? ആദ്യത്തേൽ 2ഉം നെക്സ്റ്റിൽ 8ഉം. അപ്പോൾ എങ്ങനെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരിക? 2 8 3. Fifth question, electron configurations of elements P, Q, R and S are given. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? P, Q, R, S ഇതിൻ്റെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ആണ് തന്നിരിക്കുന്നത്. A question, which of these elements belong to the same period? ഒരേ പീരീഡിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഷെല്ലുകളുടെ എണ്ണം നോക്കിയാൽ മതി അല്ലേ? ഏതൊക്കെയാണ് വരുന്നത്? അതായത് പിയും ക്യൂവും. ഇത് എന്താണ്? പിയും ക്യൂവും ഒരേ പീരീഡാണ് അല്ലേ? കാരണം ഇവിടുത്തെ നമ്പർ ഓഫ് ഷെൽസ് 2 ആണ്. ഇനി ഇവിടെയോ? ഇതിലത്തെ ആറും എസ്സും ആണ് അടുത്ത ജോഡി അല്ലേ? പെയറായിട്ട് വരുന്നത്. കാരണം ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ് നമ്പർ ഓഫ് ഷെൽസ് വരുന്നത്. അപ്പോൾ സെയിം പീരീഡ് എന്ന് പറയുന്നത് പി ആൻഡ് ക്യൂവും ദെൻ ആർ ആൻഡ് എസും. ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്? സെയിം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് സെയിം ഗ്രൂപ്പിൽ പെടുന്നത്? പിയും എസും. എന്താണ് കാരണം? ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇവിടെയും 7 ആണ്, ഇവിടെയും 7 ആണ്. അപ്പോൾ എന്താണ്? ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് നമ്പർ വരിക? അപ്പോൾ ഇവിടെ 17 എന്നാണ് അല്ലേ വരിക? ഇതിൻ്റെയും ഗ്രൂപ്പ് നമ്പർ 17 ആണ് വരിക. ഏതിൻ്റെയാണ്? പി ആൻഡ് എസ്. ദെൻ സി ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ നോബിൾ ഗ്യാസ് എമംഗ് ദീസ്. ഇതിൽ ഏതാണ് നോബിൾ ഗ്യാസ്? നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് വരുന്നത്? 18 വരണം അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് 8 വരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ? ഇവിടെ അല്ലേ? ഏതാണ്? ക്യൂ ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 18 വരുന്നത് ഏതാണ്? ക്യൂ. ദെൻ ഡി, ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് ദ പീരീഡ് നമ്പർ ഓഫ് എലമെന്റ്സ് എസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതിൻ്റെയാണ്? എസിൻ്റെ ആണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? എസിൻ്റെ പീരീഡ് നമ്പർ നമുക്കറിയാം, നമ്പർ ഓഫ് ഷെൽസ് 3 ആണ്, അതുകൊണ്ട് പീരീഡ് 3 ആയിരിക്കും. ഇനി ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ആണ്. അപ്പോൾ 7ൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 17 ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ.
Sixth question, electron configurations of a few elements are given. Electron configurations തന്നിട്ടുണ്ട് കുറച്ച് elements ഉണ്ട്. A, which of these elements has bigger atom, A or B? ഏതാണ് ഇതിലത്തെ bigger atom എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പേജ് നമ്പർ 39 കേട്ടോ. ഇവിടെ കണ്ടോ, മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്. എന്താണ്, ഗ്രൂപ്പിൽ നിന്നും താഴോട്ട് പോകുന്തോറും എന്താണ് ആറ്റത്തിന്റെ സൈസ് കൂടി കൂടി വരുന്നു. സൈസ് ഓഫ് ആൻ ആറ്റം ഡിക്രീസസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരീഡ്. ഒരു പീരീഡിലൂടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുന്തോറും സൈസ് ഓഫ് ആറ്റം ഡിക്രീസസ്, കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും വരിക, ഗ്രൂപ്പിൽ നിന്നും താഴോട്ട് വരുമ്പോഴാണ് ആറ്റത്തിന്റെ സൈസ് കൂടുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് വരുന്നത്, ഇത് ആണ് 2 ഷെല്ലുള്ളൂ അല്ലേ. ഇത് എന്ന് പറയുന്നത് 3 അല്ലേ, ഇത് സെക്കൻഡ് പീരീഡിലും ഇത് തേർഡ് പീരീഡിലും വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിനേക്കാളും വലുതായിരിക്കും എന്ത്, ഈ ബിയും സിയും എന്ന് പറയുന്നത്. ഇനി ഇവിടെ രണ്ടും സെയിം പീരീഡിലാണ് വരുന്നത്. ഇനി ഇവിടെ എന്താണ്, പീരീഡ്സിന് എന്താണ് പ്രത്യേകത, പീരീഡിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താണ്, ആറ്റം ഡിക്രീസ് ചെയ്യണം, സൈസ് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റിലായിരിക്കും എന്ത് വരിക, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലൂടെ 7 കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്, ആറ്റം ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ബിഗ്ഗർ ആറ്റം, ബി ആയിരിക്കും ബിഗ്ഗർ ആറ്റം. ദെൻ ബി ക്വസ്റ്റ്യൻ, വിച്ച് ആറ്റം ഈസ് ബിഗ്ഗർ, ബി ഓർ സി? ബി ആണോ സി ആണോ, ഏതാണ് വലുതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, ലെഫ്റ്റിൽ കിടക്കുന്നത് ഏതാണ്, ബി ആണ് അല്ലേ. അപ്പോൾ ബി ആണ് ഇതിലത്തെ ബിഗ്ഗർ. ദെൻ 7th ക്വസ്റ്റ്യൻ, എ പോർഷൻ ഓഫ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ഗിവൺ, ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. എന്താണ്, ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ട് അല്ലേ, അതിൻ്റെ ഒരു പോർഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദ ഹാലജൻ ഫാമിലി? ഏതാണ് ഹാലജൻ ഫാമിലിയിൽ ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 29 കേട്ടോ. ഏതൊക്കെ ഫാമിലീസ് ആണ് എന്നുള്ളത് പേജ് നമ്പർ 29 അപ്പോൾ എന്താണ്, ഗ്രൂപ്പ് നമ്പർ 17 വരുന്നതാണ് എന്ത്, ഹാലോജൻ ഫാമിലി. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഗ്രൂപ്പ് നമ്പർ 17 വരുന്നത്, എമ്മും എന്നും ആണ് ഇതിൽ വരിക. ഇനി വിച്ച് ആർ ദ ട്രാൻസിഷൻ എലമെന്റ്സ്? ഏതൊക്കെയാണ് ഇതിലത്തെ ട്രാൻസിഷൻ എലമെന്റ്സ്? ഇതിൽ എന്താണ്, 3 നിന്നും 12 വരെ അല്ലേ, 3 മുതൽ 12 വരെയുള്ളതാണ് എന്ത്, ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പോൾ ഏതൊക്കെ വരിക, 3 മുതൽ എന്ന് പറയുമ്പോൾ ഇവിടെ ജിയും എച്ചും മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ആറ്റം സൈസ്. എന്താണ്, ആറ്റം സൈസ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അല്ലേ, കുറഞ്ഞു വരുന്നതിനനുസരിച്ച് എന്ന് പറയുമ്പോൾ ഏറ്റവും വലുത് തൊട്ട് നമ്മൾ ചെറുത് വരെ എഴുതണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ്, ഗ്രൂപ്പ് 1ലാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത്, ഈ ABCD ആണ് അല്ലേ. അപ്പോൾ ഇതിലത്തെ ഏറ്റവും വലുത് തൊട്ട് ചെറുത് വരെ ഡിക്രീസിങ് ഓർഡർ ആണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഏറ്റവും വലുത്, ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൗണിലെ താഴോട്ട് വരുന്തോറും സൈസ് കൂടി വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്, ഡി ആയിരിക്കും. അപ്പോൾ എങ്ങനെ ഓർഡർ വരിക, ഡി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ എ. അതായത് ഏറ്റവും വലുത് ഡിയും അതിനേക്കാളും ചെറുതായിരിക്കും സി, അതിനേക്കാളും ചെറുതായിരിക്കും ബി, ഏറ്റവും ചെറുത് എ ആയിരിക്കും. ഡി ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഹാസ് സ്മോളർ ആറ്റം, ബി ഓർ ഐ? ബി ആണോ, ബി എവിടെയാ, ഇവിടെ ബി ആണോ ഐ ആണോ, ഏതാണ് ചെറുത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, പീരീഡിൽ സെയിം പീരീഡാണ് അല്ലേ. പീരീഡിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ചെറുത് ഏതായിരിക്കും, ഐ ആയിരിക്കും. ദെൻ ഈ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് പീരീഡ് 3 ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ആറ്റം സൈസ്. പീരീഡ് 3നെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഏതാണ് പീരീഡ് 3 എന്ന് പറയുന്നത്, ഇവിടെ അല്ലേ, ഇതാണ് പീരീഡ് 3. ഇതിനെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുത് തൊട്ട് വേണം വലുത് വരെ അല്ലേ. ചെറുത്, ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റിൽ കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഏതാണ്, എൻ ആണ് ഏറ്റവും ചെറുത് വരിക അല്ലേ. ഏറ്റവും ചെറുത് എൻ, പിന്നെ ജെ എഫ് സി. ഏറ്റവും ചെറുത് അല്ലേ, എൻ സ്മോളർ ദാൻ ജെ സ്മോളർ ദാൻ എഫ് സ്മോളർ ദാൻ സി. ഏറ്റവും ചെറുത് എന്നും
ഏറ്റവും വലുത് സിയും ആയിരിക്കും. Then F question, which of these are alkaline earth metals? ഏതൊക്കെയാണ് alkaline earth metals? ഗ്രൂപ്പ് 2 വരുന്നതാണ് എന്ത് alkaline earth metals. ഏതൊക്കെയാണ് അപ്പോൾ ഗ്രൂപ്പ് 2 വരുന്നത് ഇയും എഫും. G question, which element has 8 electrons in its outermost shell? എന്താണ് ഏത് എലമെന്റിനാണ് 8 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്നത് അല്ലേ? ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 8 ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ആണെങ്കിൽ 10 + 8 18 അല്ലേ? 18 ഗ്രൂപ്പ് നമ്പർ വരുന്നത് ഏതായിരിക്കും? 18 ഗ്രൂപ്പ് നമ്പർ വരുന്നത് ഏതാണ്? O അല്ലേ? ഇനി H ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിയൽ സിംബൽസ് ഓഫ് ദ ഗിവൺ എലമെന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. എന്താണ്? ഈ പീരിയോഡിക് ടേബിളിൽ ഇപ്പോൾ ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ശരിയായ സിംബൽസ് ഏതൊക്കെയാണ് അതിൻ്റെ എലമെൻറ്റ്സ് എന്നുള്ളത് പീരിയോഡിക് ടേബിളിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 26 ഉണ്ട്. Eighth question, an element belonging to the second period has 2 electrons in the outermost shell of its atom. എന്താണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇനി ഏതാണ് സെക്കൻഡ് പീരീഡ് ആണെന്ന് പറയുമ്പോൾ 2 ഷെല്ല് വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ 2 ഷെല്ലിൽ സെക്കൻഡ് ഷെല്ലിൽ എത്രയാണ്? 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ 2 ഷെല്ലാണ് വരിക. ഔട്ടർമോസ്റ്റിൽ 2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? 2 2. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ നോബിൾ ഗ്യാസ് ബിലോങ്ങിങ് ടു ദ സെയിം പീരീഡ്. ഇതേ പീരീഡിൽ വരുന്ന നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇതേ പീരീഡ് എന്ന് പറയുമ്പോൾ 2 ഷെല്ലാണ് വരിക. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 18 ആണ് അല്ലേ? അപ്പോൾ എത്രയാണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ആണ് വരിക. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? 2 8. സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ? ഏതാണ്? ആദ്യത്തേൻ്റെയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 2 ഇലക്ട്രോൺ ആണ്. അതിപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ദെൻ ഡി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ആൻഡ് ഇൻ ദ തേർഡ് പീരീഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു എലമെൻറ്റ് എന്താണ് സെയിം ഗ്രൂപ്പിലുള്ളതും. സെയിം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ഗ്രൂപ്പിലുള്ളത്. തേർഡ് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഷെൽസ് വേണം. അപ്പോൾ നമ്മൾ 3 ഷെൽസിൽ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം വേണ്ടി വരും? 2 ഇലക്ട്രോൺസ് വേണ്ടി വരും. അപ്പോൾ ഫസ്റ്റത്തെ 2 ഷെല്ലിലും എത്ര വീതം ഉണ്ടാവും? 2ഉം 8ഉം. അപ്പോൾ എങ്ങനെ വരിക? 2 8 2. Ninth question, analyze the table and answer the following questions. എന്താണ്? താഴെ ടേബിൾ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം അല്ലേ? ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദീസ് എലമെൻറ്റ്സ്. ഈ എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അറ്റോമിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാസ് നമ്പറിൽ നിന്ന് നമ്പർ ഓഫ് ന്യൂട്രോൺസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും അല്ലേ ഓരോ എലമെൻസിൻ്റെയും അറ്റോമിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് ന്യൂട്രോൺ ഈക്വൽ ടു അറ്റോമിക് നമ്പർ. 9 - 5 = 4, 35 - 18 = 17, 39 - 20 = 19, 40 - 22 = 18. ഇനി ഈ എലമെൻസിൻ്റെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം അല്ലേ? അറ്റോമിക് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രോണിക്സ് കോൺഫിഗറേഷൻ ചെയ്യുക അല്ലേ? ഷെല്ലുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? 4 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2, ദെൻ സെക്കൻഡിലും 2 2 2 4 ആയി അല്ലേ? ഇനി 17 എന്ന് പറയുമ്പോൾ കെയിൽ 2, ദെൻ എൽ ഷെല്ലിൽ 8, ദെൻ 7 17 ആയി അല്ലേ? ഇനി 19 എന്ന് പറയുമ്പോൾ 2 8 8 1. 18 എന്ന് പറയുമ്പോൾ 2 8 8. സി ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദീസ് ഈസ് എ നോബിൾ ഗ്യാസ്? ഇതിൽ ഏതാണ് നോബിൾ ഗ്യാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നോബിൾ ഗ്യാസ് വരുന്നത്? നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് നമ്പർ 18 വരണം അല്ലേ? ഇതിൽ ഏതാണ് ഗ്രൂപ്പ് നമ്പർ 18 വരുന്നത്?
അതായത് മാസ് നമ്പറിൽ നിന്ന് ഇതിൽ നിന്ന് 40ൽ നിന്ന് 22 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 18 എന്നാണ് കിട്ടുന്നത് അല്ലേ? മാസ് നമ്പർ മൈനസ് ന്യൂട്രോൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 മൈനസ് 22 ഈക്വൽ ടു 18 എന്നാണ് കിട്ടുക. അപ്പോൾ 18 ആണ് ഇതിൻ്റെ അറ്റോമിക് നമ്പർ. ഏതിൻ്റെയാണ്? ഡിയുടെ. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്? 18 ഗ്രൂപ്പ് നമ്പറായിട്ട് വരുന്ന ഡി ആണ് അല്ലേ? ഇനി ഡി ക്വസ്റ്റ്യൻ, ടു വിച്ച് ഫാമിലി ഡസ് ദ എലമെന്റ് ബി ബിലോങ്? ബി എന്ന് പറയുന്നത് ഏത് എലമെന്റിലാണ് വിടുന്നതെന്ന്? ബിയുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ് വരുന്നത്. അപ്പോൾ 17 എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്പർ ഏതിൻ്റെയാണ്? ഹാലോജൻസ് ഫാമിലിയിൽ വിടുന്നതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ, ടു വിച്ച് പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ഡസ് ദ എലമെന്റ് സി ബിലോങ്? എന്താണ് എലമെന്റ് സി എന്ന് പറയുന്നത്? അത് ഏത് പീരീഡ് ഏത് ഗ്രൂപ്പ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഏത് പീരീഡിൽ? സി എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക്? അറ്റോമിക് നമ്പർ 19 ആണ് കിട്ടിയിരിക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പീരീഡ് നമ്പർ നമുക്ക് ഏതാണ് കിട്ടുന്നത്? പീരീഡ് 4 കിട്ടും. അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്. എഫ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദ സെയിം പീരീഡ്? സെയിം പീരീഡിൽ വരുന്നത് ഏതൊക്കെ എലമെന്റ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് സെയിം പീരീഡിൽ വരുന്നത്? ഇവിടെയും 3 ഷെൽസ് വരുന്നുള്ളൂ, ഇവിടെയും 3 ഷെൽസ് വരുന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ്? ബിയും ഡിയും.